അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് സോസ് പാസ്തയാണ്. സ്പൈസി വൈറ്റ് സോസ് പാസ്തയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പാസ്ത ഫ്യൂസിലി പാസ്തയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതൊരു സ്പൈറൽ ഷേപ്പിലുള്ള പാസ്തയാണ്. ഇതൊരു 400 ഗ്രാം ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പാസ്ത വേവിക്കുന്നതിന് വേണ്ടി ഞാൻ ഓൾറെഡി വെള്ളം തിളപ്പിക്കാനായി അടുപ്പത്ത് വെച്ചിരുന്നു. അത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലിന് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി പാസ്ത ഏകദേശം ഒരു 70-75-80% വരെ വേവുന്ന പരുവത്തിന് ഒന്ന് വേവിച്ചെടുക്കണം. പാസ്ത വെന്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഒരല്പം കട്ടി ഉണ്ടാവണം. പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോകുന്ന പരുവത്തിന് വേവേണ്ട ആവശ്യമില്ല. 80% കൂടുതൽ നമുക്ക് വേവണ്ട. കാരണം വൈറ്റ് സോസിൽ കിടന്ന് നമ്മൾ ഒന്നുകൂടെ കുറച്ചുകൂടെ വേവും. അതുകൊണ്ടാണ് നമ്മളത് വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരല്പം തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ 3 ടേബിൾ സ്പൂണും ബട്ടർ തന്നെ ചേർക്കാവുന്നതാണ് കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നോട്ടെ. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഏകദേശം നിറം മാറി തുടങ്ങുന്ന പരുവത്തിൽ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് അതിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയും ഞാൻ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരല്പം വലുപ്പത്തിൽ ക്യൂബായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല. സവോളയൊന്ന് നന്നായിട്ട് വാടി വരുന്ന പരുവത്തിന്, അതായത് നിറം മാറാൻ തുടങ്ങണ്ട, അതിന് മുന്നേ ഉള്ള പരുവത്തിൽ നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കണം. സവോള വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വഴറ്റുന്ന കൂടെ തന്നെ നമുക്കൊരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മറ്റ് മസാലകളൊന്നും ചിക്കൻ വേവിക്കുന്നതിന് ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവോള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ബോൺലെസ് ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അത് വറ്റി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ഒരു റെഡ് ക്യാപ്സിക്കം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ക്യാപ്സിക്കമോ ഏതെങ്കിലും കളർ ക്യാപ്സിക്കം ചേർത്താലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഒരു പകുതി സവോള കൂടെ പൊടിയായിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്യാം, അതിൻ്റെ മാറ്റി വയ്ക്കാം. 1 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ക്യാപ്സിക്കവും സവോളയും വഴറ്റേണ്ട ആവശ്യമില്ല. അധികം വേവാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ചിക്കൻ മസാല തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വൈറ്റ് സോസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ബട്ടറും മൈദയും ഏകദേശം ഒരേ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. മൈദയുടെ പച്ചച്ചുവയൊക്കെ മാറി വരുന്നവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാല് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ മൈദ ആയതുകൊണ്ട് കട്ട കെട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. തിക്കാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മിക്സ്ഡ് ഇറ്റാലിയൻ ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ബേസിൽ, ഡ്രൈ ബേസിൽ
കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഡ്രൈ ബേസിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കട്ടി വീണ്ടും കൂടിപ്പോകും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തിക്നെസ് നോക്കുന്നത് നമ്മൾ തവിയിൽ എടുക്കുമ്പോൾ അതിൽ നിന്നും കണ്ടോ ഇതുപോലെ ഒട്ടും ഒഴുകി പോകാത്ത രീതിയിൽ ജസ്റ്റ് പിടിച്ചിരിക്കുന്ന ഒരു പരുവമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം 1.5 കപ്പ് ഷ്രെഡഡ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൊസറല്ല ചീസാണ്. ചീസൊന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. ചെറു തീയിൽ തന്നെ ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പാസ്ത ഒന്ന് ചൂടായി വരണം. ചെറു തീയിലിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം. കാരണം നമ്മുടെ ഗ്രേവി തീർത്തും തിക്കായി പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ചെറു തീയിൽ തന്നെ ഇട്ട് ഇളക്കി യോജിപ്പിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മിക്സ് ഇറ്റാലിയൻ ഹെർബ്സും 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം തീയിൽ നിന്ന് മാറ്റി ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.